ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമയം എന്നറിയാം. ഇപ്പം രാവിലെ 9 മണി അല്ല, ഇപ്പം 12 മണി. അപ്പോൾ ഇന്ന് നേരത്തെ എണീറ്റാ. എത്ര മണിക്ക് അറിയാം? ഇന്ന് 9 മണിക്ക് എണീറ്റ്. രാവിലെ 9 മണി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ലേറ്റായിട്ട് കിടന്ന് ലേറ്റായിട്ട് എണീക്കുന്ന ആളാണ് ഞാൻ, കുറച്ച് കാലമായിട്ട്. അപ്പോൾ ഇന്നലെ രാത്രി ലേറ്റായിട്ട് കിടന്നുറങ്ങി, എന്നിട്ട് ഇന്ന് നേരത്തെ എണീറ്റ്. അല്ലെങ്കിൽ മാക്സിമം ഒരു 11 മണി വരെ, അതിൽ കൂടുതലൊന്നും ഉറങ്ങില്ല. ഒരു 10:30 സമയം പോലെ എണീക്കും, 10:30 11 പോലെ എണീക്കും. പക്ഷേ ഇന്ന് 9 മണിക്ക് എണീറ്റ്. സംഭവിച്ചാലേ ഇന്ന് വർക്കുണ്ട്, ഫോട്ടോഗ്രാഫി, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി കേട്ടോ, മാട്ടൂൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് ഞാൻ പറഞ്ഞില്ലേ, സമയം പറഞ്ഞു 12 12:10 12:11. അപ്പോൾ ഇന്ന് വൈകിട്ട് അസറിനാന്ന് നിൽക്കാവ്. അപ്പോൾ ഒരു 2:30 മണിയാകുമ്പോൾ കല്യാണ വീട്ടിലെത്തണം, മാട്ടൂലെത്തണം. ഒരു പെണ്ണിൻ്റെ കല്യാണം. അപ്പോൾ അസറിന് നിസ്കാരത്തിന് ശേഷം നിൽക്കാവ്. അപ്പോൾ ഒരു 2:30 3 മണീൻ്റെ ഉള്ളിൽ, അതായത് 2:30 മണിയാകുമ്പോൾ എത്താം നമുക്ക് കല്യാണ വീട്ടിലെത്തണം, മാട്ടൂൽ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ടൂൾസ് എല്ലാം ചേട്ടനെ വീട്ടിൽ പോയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പം നേരെ പോകുന്നത് അടുത്തേക്ക്, ഗോയിങ് ടു ജയേട്ടൻ വീട്. ഓക്കെ, ഇവിടെ ഗോയിങ് ടു പോയ സാർ. അപ്പോൾ ഉണ്ടാറാ. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ നമ്മൾ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ആപ്പിൾ ചെയ്യാൻ മറക്കാതെ ഇപ്പം തന്നെ ചെയ്യട്ടാ. പിന്നെ നിങ്ങളെ അഭിപ്രായം വെച്ചാൽ കമൻറ്റ് ചെയ്യട്ടാ, കമൻറ്റ് ചെയ്യൂ. പിന്നെ വേറെ എന്താണ്, ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അഷ്റഫ് കണ്ണൂർ, ഒന്ന് ഫോളോ ചെയ്യട്ടാ. റീൽസ് എല്ലാം കിട്ടണം പോലത്തെ റീൽസൊക്കെയാണ് വരുന്നത്, നിങ്ങൾ കാണണം, കണ്ടിട്ട് പറയാട്ടാ. ഓക്കെ, പോവാ. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാം, ഫ്രഷായി റെഡിയായി കുപ്പായ വീട്ട് പോവുകയാണ്. പോവാ. പിന്നെ വേറെന്താ പറയാൻ വെച്ചാൽ, അപ്പം ഇന്ന് അല്ല ചാവി എടുക്കാൻ പറ്റി. ഇന്ന് വെഡ്ഡിങ് വർക്ക് കേട്ടോ. ഓക്കെ. അപ്പോൾ പിന്നെ അപ്പോൾ ആർക്കെങ്കിലും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ആവശ്യമുണ്ടെങ്കിൽ വിളിക്കട്ടോ, നല്ല അടിപൊളി വർക്ക് ചെയ്ത് തരാം. ഓക്കെ, ഇൻഷാ അല്ലാ സെറ്റാക്കാം. അടുത്ത മാസത്തേക്കുള്ള ബുക്കിങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. ജിയ ജായന 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 പിയരേ തഫേ ബാലെടുക്ക്. പോകാം നമുക്ക് പോകാം. ഒന്ന് ബാങ്കിലും പോകണം. അല്ലോ, ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ട്. സംഭവം എന്ന് വെച്ചാലേ പറഞ്ഞുതരാം. സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര വെയിലല്ലേ. സംഭവം വെച്ചാൽ മിന്നാന്ന് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ട്. ഇന്നലെയും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വലിഞ്ഞിട്ടുണ്ട്. അക്കൗണ്ടിൽ ക്യാഷ് വരുമ്പോൾ അവർ വലിക്കുന്നു. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല, എന്തിൻ്റെ ചാർജാണ്, എന്താ സംഭവം എന്നറിയില്ല. ഇനി ഇടുമ്പം വലിയോ എന്നറിയില്ല. അപ്പോൾ അതൊന്ന് അന്വേഷിക്കണം. ഓക്കെ. അപ്പം ഞാൻ ഒന്ന് ബാങ്കിലും കയറും കേട്ടോ, എന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ഇവിടുന്ന് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് കല്യാണത്തിലേക്ക് പോകും. ഓക്കെ. ഭയങ്കര വെയിലാണ്, കണ്ണടച്ചെന്ന്. കിട്ടലം പോലത്തെ വെയിൽ. ഇന്നലെ കിട്ടലം പോലത്തെ മഴ ഉണ്ടായിന്, ഭയങ്കരമായ മഴ ഉണ്ടായിന് ഇന്നലെ. സൂര്യനൊക്കെ ഉണ്ടോ ഉച്ചിയിൽ? എന്താ പറയല്, ഉച്ചിന്ന് തന്നെ പറയല്. എന്താ വെയിൽ, കയ്യലിപ്പോൾ കറുത്ത് കരുമാടിക്കുട്ടനാണെന്നറിയില്ല. കരുമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുന്നോറ്റുണ്ടായ കല്യാണം. കരുമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുന്നോറ്റുണ്ടായ കല്യാണം ആവോന്നറിയില്ല. ഫസ്റ്റ് ബാങ്കിൽ പോണോ? വേണ്ട, തിരിച്ച് വരുമ്പം ബാങ്കിൽ കയറാം കേട്ടോ. SBI ഇരുവരും SBIയിൽ കയറാം. തിരിച്ച് വരുമ്പോൾ ആദ്യം അവിടെ പോട്ടെ, വീട്ടിലേക്ക് പോട്ടെ. ഓക്കെ. ആദ്യം സാധനം എടുക്കട്ടെ വീട്ടിൽ. അങ്ങനെ ഞാൻ കുറേ സ്ഥലത്തി. അപ്പോൾ സുൽത്താൻ്റെ വീട് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഫുൾ അഴുകിയ വെള്ളം എന്നുള്ള, അടിപൊളി വെള്ളം, അഴുകിയ വെള്ളം. കളറും ഒക്കെ ഫുൾ വേസ്റ്റും ഇതൊക്കെയാണ് ഇങ്ങനെ ഒഴുകി പോകുന്നത്. ഇത് തേങ്ങയെല്ലാം പോകുന്നുണ്ടല്ലോ. തേങ്ങക്കെല്ലാം എത്ര പൈസ തേങ്ങക്ക്? കിലോന് വലിയ പൈസ ഉണ്ട് ഇപ്പോൾ.
ഇപ്പം കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? അമ്മ കുറഞ്ഞാണ്. ഇതേ കിടക്കുന്ന വീണ്ടും ഒരു തേങ്ങ, നമ്മൾ ചേട്ടൻ്റെ സ്വന്തം തേങ്ങ. അതാണ് ചേട്ടൻ്റെ തേങ്ങ. ഇത് ചേട്ടൻ്റെ തേങ്ങ. ചൂടുക്കുന്നു. ഫുൾ കൈ ഇടാത്തോണ്ടല്ലോ ഉരുകിപ്പോയി, കരിഞ്ഞു പോയി. ഫുൾ കൈ ഇടാത്തോണ്ട് ഫുൾ കൈ കുപ്പ ഇടാനുണ്ടായിട്ടില്ല, കരിഞ്ഞു പോയി മക്കളെ. എടാ ബ്രോ ബ്രോന്ന് വിളിക്കണം, എന്നാലേ വരുള്ളൂ ഇപ്പോഴത്തെ പിള്ളേർ. ബ്രോ എടുക്കട്ടെ, സാധനം എടുക്കട്ടെ. സ്റ്റാൻഡ് വണ്ടിയിലുള്ള സ്റ്റാൻഡ് വണ്ടിയിലുള്ള കൊണ്ടുവരാൻ പോണേ. സാധനമെല്ലാം എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതെ പോവാ, നമ്മളെ ബർഗു പോവാ. നല്ല വെയിലാ. വൈകുന്നേരം മഴ പെയ്യുമെന്ന് അറിയില്ല. കാരണം രാത്രി വൈകുന്നേരം എല്ലാം 5 മണി 5:30 മണി 6 മണി ആ സമയത്തൊക്കെ, അതായത് മരുവിന് നല്ല മഴയാണ്, ഇടി മഴ. ഇന്നലെ രാത്രി മഴ ചെയ്തിന് കേട്ടോ. ഇന്നലെ രാത്രി ഗംഭീര മഴയാണ്. കർക്കിടകം അല്ല, തുലാവർഷം. അതിന് തുലാവർഷമാണ് വരുന്നത്. തുലാവർഷത്തെ അറിയാലോ, ഇട്ടിയും മഴയും. അതായത് മിന്നാന്ന് ഭയങ്കര മഴയായിരുന്നു. മിന്നാന്ന് ഭയങ്കര ഇടിയായിരുന്നു. ഇടിയും മഴയും, മിന്നലും. ഇടി മിന്നൽ മഴ, മിന്നൽ ഇടി മഴ. പോവാ. പോകാം. അയ്യോ, വണ്ടിയുടെ ഗുണം ഇതാണ് കേട്ടോ. സാധനമെല്ലാം വെച്ച് നമുക്ക് കായിങ്ങനെ ഭയങ്കര ഭയങ്കരമായ ഗുണം. ഇവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ പൈസ ആക്കുന്ന ആരാ? എനിക്കല്ല, നിങ്ങൾക്ക്. അണ്ണൻ എന്നോട് ചിരിക്കുകയാണ്. അണ്ണൻ ചിരിക്കുകയാണ്. അണ്ണാ ചിരിക്കുന്ന അണ്ണാ. ഈ സുൽത്താൻ തോണ്ട സൈഡിൽ നിന്ന് തന്നെ ഒരുപാട് പ്ലാസ്റ്റിക് കിട്ടും. ഈ ഒലിച്ചിരുന്നുണ്ടോ തേങ്ങ, പ്ലാസ്റ്റിക് കണ്ടോ? അവർ തേങ്ങ അതാ വരുന്നത്. എത്രയാ തേങ്ങയും പ്ലാസ്റ്റിക്കെല്ലാം ഒലിച്ചു വരുന്നത് ഫുള്ള്. ഞാൻ ഇപ്പം തന്നെ 2 തേങ്ങ ഒലിച്ചിരുന്നുണ്ട്. ഇപ്പം വന്നിട്ട് ആകെ ഒരു 5 മിനിറ്റ്, 5 മിനിറ്റ് ആയിട്ടില്ല. 2 തേങ്ങ ഒലിച്ചു പോന്നു. ഒരു തേങ്ങ ആടുന്ന് പോയി, ഒരു തേങ്ങ ഇത് വീട്ടിട്ട് പോയി. ഒരു കോരിയെല്ലാം എടുത്തിട്ട് ആടുന്നാൽ മതി. കിലോന് എത്ര പൈസ? തേങ്ങക്ക് വെളിച്ചെണ്ണക്ക് എത്രയാ പൈസ? തേങ്ങക്ക് എത്രയാ പൈസ? അതാണ് ഞാൻ പറഞ്ഞത്. ആരോൻ്റെ തേങ്ങയാണ്. പക്ഷെ എന്നാലും അത് നേരെ പുഴയിൽ പോയി നേരെ അങ്ങനെ കടലിലേക്ക് പോകും. പുഴയിൽ പോയിട്ട് അങ്ങനെ കടലിലേക്ക് എത്തും. ഫ്രണ്ട്സ് അങ്ങനെ ബാങ്കിൽ പോയി, നേരെ ബാങ്കിൽ കയറി പറഞ്ഞ് ഇയർലി അത് ATM ചാർജ് ഇതെല്ലാം പിടിക്കുന്നതാണ്. ATM കാർഡിൻ്റെ ചാർജ് അങ്ങനെ എന്തോ ആണ് ഇയർലി പിടിക്കുന്നതാന്ന് പറഞ്ഞു. കൊല്ലത്തിൽ ATM കാർഡിൻ്റെ ചാർജോ അങ്ങനെ എന്തോ പിടിക്കുന്നതാണ്. അങ്ങനെയാന്ന് പറഞ്ഞത്. ATM കാർഡിൻ്റെ ചാർജ് പിടിക്കുന്നതാണ്. ഇനി പിടിക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഒന്നും അങ്ങനെ അത് കൊല്ലത്തിൽ പിടിക്കുന്നതാണ്. കഴിഞ്ഞ കൊല്ലം നിങ്ങളത് പിടിച്ചിട്ടുണ്ട്, എല്ലാവർക്കും പിടിക്കലുണ്ട്. വേറൊന്നും അതിന് പിടിക്കുകയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. വിശ്വാസം. നേരെ വീട്ടിലേക്ക് കേട്ടോ. നല്ല ഇരുട്ടടിച്ചിട്ടുണ്ട്. മഴ പെയ്യോന്നറിയില്ല, ഇരുട്ടടിച്ചിട്ടേ ഇല്ലേ കാലാവസ്ഥ. കണ്ടാ, വെയിലെല്ലാം പോയി, ഇരുട്ടായി. ഇരുട്ട്. മഴക്കാറ്. മഴ പെയ്യോന്നറിയില്ല. മഴ എന്തായാലും പെയ്യും. മഴക്കാറുണ്ട്, നല്ല മഴക്കാറുണ്ട്. ഫ്രണ്ട്സ് അങ്ങനെ റെഡിയായി വീട്ടിൽ നിന്ന് വിട്ടേട്ടാ. നേരെ മങ്ങര വീട്ടിലേക്ക് കേട്ടോ, കല്യാണ വീട്ടിലേക്ക്. സമയമില്ല. 2 മണിയായി. ഓക്കെ, 2:30 ആകുമ്പോൾ എത്തണം. അവസര നിസ്കാരത്തിന് ശേഷമാണ് നിൽക്കാതെ, എന്നാലും 2:30 മണിയാകുമ്പോൾ എത്തണം. പെണ്ണ് റെഡി ആയിട്ടുണ്ടാവും. പെണ്ണിൻ്റെ കുറച്ച് സിംഗിളെല്ലാം എടുക്കണം. ഓക്കെ, മുസ്ലിം കല്യാണമല്ലേ? ഓക്കെ, നാളെ തിരി കാണാം. ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി, കല്യാണ വീട്ടിലെത്തി. മാട്ടൂലേട്ടാ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളെ നമ്മളെ പഴയ മുമ്പ് എൻ്റെ കൂടെ സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. പിന്നെ ഗൾഫിലെല്ലാം പോയി എല്ലാടെയാണേ. അങ്ങനെ ആൾ വീണ്ടും എൻ്റെ കൂടെ. അപ്പോൾ ഇപ്പോൾ നിൽക്കാം കേട്ടോ, വീട്ടിൽ നിന്ന് തന്നെ നിൽക്കാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും വീഡിയോയിൽ കാണാൻ കഴിയില്ല. ഇനി അങ്ങോട്ടേക്ക് എന്താ പറയുക, വർക്ക് കഴിയുന്നവർ ഒരു പക്ഷേ കാണിക്കാൻ പറ്റില്ല എന്ന് വരും. ഓക്കെ, പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ശരി എന്നാൽ. നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ.
അങ്ങനെ ഏകദേശം ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് ഫുൾ കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ച് ബാക്കിയുണ്ട്. അത്ര ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, അച്ചാർ കഴിക്കട്ടെ. ഉള്ള ബീഫ് ബിരിയാണിയോ ചിക്കൻ ഫ്രൈ, ബഫേന്ന് ബഫ സമയം 7 മണിയാണ് കേട്ടോ. 7 മണി കഴിഞ്ഞ്. നല്ല മഴ കേട്ടോ, കുതിരം പോലത്തെ മഴ, ഇടിമഴ. ഫുഡെങ്ങനെയുണ്ടോ? അല്ലേ സൂപ്പറല്ലേ? അടിപൊളി നൈസ് ഫുഡല്ലേ? നല്ല ബീഫ് ആണ് കേട്ടോ. കഴിക്കട്ടെ കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കല്യാണ വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നമ്മളിങ്ങനെ പോവുകയാണ്. നാട്ടിൽ കാവലപ്പറമ്പ് ഫുൾ വൈബാന്നല്ലേ ഇവിടെ, ഫുൾ ആൾക്കാരല്ലേ? കാവലപ്പറമ്പിൽ ഭയങ്കര ആൾക്കാരെ കാണുന്നു. ഷോപ്പും കാര്യങ്ങളും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചാടിക്കാൻ വരുന്നയാ. ചായ അല്ല, വെള്ളം തോന്നില്ല ആടാ. യെസ് 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 അങ്ങനെ ഇവിടുന്ന് വിടിയാട്ടോ. ഓക്കേ, നേരെ വീട്ടിലേക്ക്.